ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ രണ്ടും ടാറ്റയൊക്കെ പറഞ്ഞ് എങ്ങോട്ടാന്നല്ലേ? മഞ്ഞിൻ്റെ താഴ്വരയിൽ നിന്നും പൂരങ്ങളുടെ നാട്ടിലേക്കാട്ടോ പോകുന്ന രണ്ടും. ഓഫീസ് റിലേറ്റഡ് ആയിട്ട് തൃശ്ശൂർ കിലേ വെച്ചൊരു ട്രെയിനിങ് അറേഞ്ച് ചെയ്തിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് തലേദിവസം തന്നെ പോകേണ്ടി വന്നു. കാരണം രാവിലെ 9 മണിക്കാണ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വെളുപ്പിന് 4 മണിക്ക് ഇറങ്ങിയാലും 12 മണിയൊക്കെ ആവും. അതുകൊണ്ട് തലേദിവസം തന്നെ ഞങ്ങൾ ഇറങ്ങിയേ. മൂന്നാറിൽ നിന്ന് 10 മണിക്കാട്ടോ ബസ് കയറിയ രാത്രി. അപ്പം അടിമാലി കോതമംഗലം വഴിയാണ് പോകുന്നത്. മൂന്നാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നേ. പക്ഷേ എപ്പോഴും മൂന്നാറിലാണ് വീഡിയോ എടുക്കുമ്പോൾ മഴയുള്ളത് കാണിക്കുന്നത് ഞാൻ. പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തൃശ്ശൂർ ഫുള്ള് മഴയായിരുന്നു, നല്ല മഴയായിരുന്നേ. ഞങ്ങൾ എത്തിയപ്പോൾ സമയം 2:30 ആയിരുന്നു. അങ്ങനെ തൃശ്ശൂർ എത്തി. KSRTC ഡിപ്പോയിൽ തന്നെ നമ്മൾ ചെന്ന് ഇറങ്ങിയായിരുന്നേ. പക്ഷെ അവിടെ നിന്ന് കിലയിലേക്ക് പോകുന്നതിന് രാത്രി വണ്ടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ കയറിയപ്പോൾ ഉണ്ടായിരുന്ന ഉത്സാഹമൊന്നും ഇല്ല കേട്ടോ എൻ്റെ ചങ്കിന്. അവളുടെ നിപ്പ് കണ്ടപ്പോൾ പാവം മടുത്തു പോയി നിൽക്കുന്ന പോലെ ആയിരുന്നേ. ഇപ്പോൾ കൃത്യസമയം 2:30 ആയിട്ടുണ്ടേ. ഈ 2:30 തൃശ്ശൂരിൽ എല്ലാ കടയും ഓപ്പൺ ആട്ടോ. പെട്രോൾ പമ്പിൽ മാത്രം ആളില്ല, ബാക്കി എല്ലാ സ്ഥലത്തും ആളുണ്ടേ. ഞങ്ങൾ നാടും അറിയില്ല, പേരും അറിയില്ല, ഇങ്ങോട്ടാണ്ട് പോകുന്നുണ്ട്. നോക്കാം, ഓട്ടോറിക്ഷക്കാരോട് ചോദിക്കാം, നമുക്ക് പോകേണ്ട അഡ്രസ്സ് ചോദിക്കാം. ഓട്ടോറിക്ഷക്കാരോട് അഡ്രസ്സ് ചോദിച്ചു, എന്നിട്ട് മാപ്പും കൂടെ കാണിച്ചു കൊടുത്തു. ഇപ്പോൾ കിലോമീറ്ററിന് 30 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പോകേണ്ടത് 12 കിലോമീറ്റർ ഉണ്ടായിരുന്നേ. ഓട്ടോയിൽ കയറിയപ്പോൾ തന്നെ അച്ചു ചേട്ടനുമായിട്ട് നല്ല പരിചയമായി കേട്ടോ. ചേട്ടൻ്റെ കുടുംബം കുട്ടികൾ കാര്യങ്ങളെല്ലാം അവൾ അന്വേഷിച്ചറിഞ്ഞു. പിന്നെ ചേട്ടൻ സുരക്ഷിതമായി ഞങ്ങളെ കൊണ്ട് എത്തിച്ചേ. എടി 304 അപ്പുറം തോന്നുന്നു. രണ്ട് ദിവസത്തെ ട്രെയിനിങ് ആണ്. അപ്പോൾ തലേദിവസം വന്നുകൊണ്ട് നമുക്ക് റെസിഡൻസിയിലാണ് റൂം അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. ഏകദേശം 2 പേർക്കുള്ള റൂം കുഴപ്പമില്ല കേട്ടോ. നാളെ നമുക്ക് കിലയിലാണ് കേട്ടോ സ്റ്റേ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാൻ. ടാറ്റാ, ബൈ ബൈ.